നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിൽ യുദ്ധസമാനമായ സാഹചര്യം തുടരുന്നു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പക്ഷേ ഈ രണ്ട് വശത്തും എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നിർണായകമായ ചില കാര്യങ്ങൾ സംഭവിച്ചു. അതിനെക്കുറിച്ചുള്ള ഒരു ഓട്ടപ്രദക്ഷിണം, അതാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. പാകിസ്ഥാന്റെ ഉള്ളിൽ, അതായത് പാക് അധിനിവേശ കാശ്മീരിൽ നിരനിരയായി ഭീകര താവളങ്ങളാണ്. ജയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും എല്ലാം തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ. അതിലൊന്നാണല്ലോ ബാലാക്കോട്ട്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2019 സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അവിടെയാണ് ഇന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരൊറ്റ താവളത്തിൽ പോലും ഒരൊറ്റ ഭീകരനെ കാണാനില്ല. ഇന്ത്യയുടെ സാറ്റലൈറ്റ് പിക്ചറുകൾ പിടിച്ചെടുത്ത ഇമേജ് അനുസരിച്ച് അവിടെ എല്ലാം ശൂന്യമാണ്. അവർ വളരെയധികം ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞു. അതിനർത്ഥം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടായാൽ കഴിഞ്ഞ പ്രാവശ്യത്തേതുപോലെ അവിടെയാണ് ആദ്യം സ്ട്രൈക്ക് ഉണ്ടാകാൻ സാധ്യത എന്ന അവരുടെ തന്നെ വിലയിരുത്തൽ. അതുകൊണ്ട് എല്ലാ ക്യാമ്പുകളിലും സൈനികരുടെ സാന്നിധ്യമുണ്ട്. പാകിസ്ഥാൻ സൈന്യവും ISIയും ഭീകരരും എല്ലാം തന്നെ കൈകോർത്ത് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് സൈന്യം അവരെ സുരക്ഷിതമായ ഉൾപ്രദേശങ്ങളിലേക്ക് പിൻവലിച്ചു എന്ന് വേണം കരുതാൻ. അതൊന്ന്. രണ്ട്, ഇപ്പുറത്തെ അതിർത്തിക്ക് ഇപ്പുറത്തെ സൈഡിൽ ഇന്ത്യയിലും സമാനമായ സ്ഥിതിയാണ്. എന്ന് പറഞ്ഞാൽ ഭീകര ക്യാമ്പുകളല്ല കേട്ടോ. അവിടെ അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ ബങ്കറുകളുണ്ട്. അത് മുൻപ് തന്നെയുള്ള ബങ്കറുകളാണ്. കാരണം സംഘർഷ പ്രദേശമായതുകൊണ്ട് ആ ബങ്കറുകളെല്ലാം തുടച്ച് വൃത്തിയാക്കി ആളുകൾ അത് റെഡിയാക്കുന്ന ഒരു തിരക്കിലാണ്. അത് കുറച്ച് ദിവസമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അത് കുറച്ചുകൂടി ഇൻറ്റൻസിഫൈ ചെയ്യുന്ന കാഴ്ച കണ്ടു. അപ്പം സർവസജ്ജമായി ഇരിക്കുകയാണ് ഈ നീക്കങ്ങളെല്ലാം തന്നെ. ഇനി പാകിസ്ഥാന്റെ ഭാഗത്ത് നിരന്തരമായ സീസ് ഫയർ വയലേഷൻ, 10 ദിവസവും തുടർച്ചയായി വെടിവെപ്പുണ്ടാക്കുകയാണ്. നിയന്ത്രണ രേഖയിൽ പലയിടത്തും ബോർഡറിൽ പ്രകോപനമില്ലാതെയുള്ള വെടിവെപ്പ്. അത് സ്ഥിരമായി തുടരുന്ന ഒരു കലാപരിപാടിയാണ്. അത് ഈ ഒരു സംഘർഷം വന്നപ്പോഴും അതിന് അയവുണ്ടായില്ല എന്ന് പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. കാരണം അതാണ് അവരെ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ സജ്ജമാണ് എന്ന് കാണിക്കാനുള്ള ഒരു ഭീരുത്വം നിറഞ്ഞ ഒരു നടപടിയായി മാത്രമേ അതിനെ കാണാനാവൂ. കാരണം അതിനോടൊക്കെ വളരെ സംയമനത്തോടെയാണ് ഇന്ത്യ പ്രതികരിക്കുന്നത്. നിരന്തരമുള്ള വെടിവെപ്പിനെ അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചുള്ള എക്സ്ചേഞ്ച് ഓഫ് ഫയർ എന്ന രീതിയിൽ ഒരുക്കാം. പക്ഷെ ഏറ്റവും പ്രകോപനപരമായ കാര്യം പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു മിസൈൽ പരീക്ഷണമാണ്. സർഫസ് ടു സർഫസ് മിസൈൽ. അത് ബാലിസ്റ്റിക് മിസൈലാണ്. 450 കിലോമീറ്റർ റേഞ്ചുള്ള അബ്ദാലി സീരീസിലെ മിസൈലാണ്. അപ്പം ഇത് ഇത്രയും പ്രകോപനമുള്ളൊരു സമയത്ത് അങ്ങനെ ഒരു മിസൈൽ പരീക്ഷിക്കുന്നതിൻ്റെ ഔചിത്യം യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. ഇന്ത്യക്ക് നേരെയൊന്നുമല്ല പരീക്ഷിച്ചത്. അത് 2 ഇടങ്ങളിലേക്കാണ് പരീക്ഷിക്കുന്നത് സാധാരണഗതിയിൽ. അത് ഒന്ന് അറേബ്യൻ സീയിലേക്ക് പരീക്ഷിക്കും, അല്ല എങ്കിൽ വലിയ ഒരു ലാൻഡ് മാസ് ആണ്. പാകിസ്ഥാന്റെ ഭൂമിയുടെ 45% വരുന്ന ബലൂചിസ്ഥാന്റെ ഊഷര ഭൂമികളിൽ എവിടെയെങ്കിലും അവിടെയൊക്കെയാണ് പരീക്ഷണങ്ങൾ സാധാരണ നടത്തുന്നത്. അപ്പം ആ കാര്യവും കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവം എന്ന നിലയിൽ പ്രേക്ഷകരുമായി ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പാകിസ്ഥാൻ ഡിഫൻസ് മിനിസ്റ്റർ ഖ്വാജ അസീഫ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഭീഷണി തുടരുകയാണ്. ഇപ്രാവശ്യം ഒരു പടി കടന്നുകൊണ്ടുള്ള ഭീഷണിയാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിൻ്റെ തുടർച്ച എന്ന നിലയിൽ ഏതെങ്കിലും ഡാം, അണക്കെട്ട് കെട്ടി ജലം തടഞ്ഞു നിർത്താനാണ് ഭാവമെങ്കിൽ ആ അണക്കെട്ട് ഞങ്ങൾ ബോംബിങ്ങിലൂടെ തകർക്കും എന്ന് കല്ലെ പിളക്കുന്ന ശാസനയാണ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് വന്നത്. ഇതെല്ലാം ഒരു എസ്കലേഷൻ മോഡിലാണ്. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം എസ്കലേറ്റ് ചെയ്ത് നിർത്താനുള്ള ഒരു ശ്രമമാണ്. ഒന്ന് ഭീതിയിൽ നിന്നും ഉടലെടുക്കുന്ന ജൽപ്പനങ്ങളാണ് എന്നറിയാനുള്ള വിവേകം ഇന്ത്യക്കുള്ളത് കൊണ്ട് ഇതൊക്കെ തൃണവൽഗണിച്ച് കളയുക എന്നതാണ് ഇന്ത്യക്ക് ചെയ്യാവുന്ന കാര്യം. ഇനി കുറച്ച് തന്ത്രപരമായ ചില കെയർഫുൾ നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അത് അതിർത്തി പ്രദേശങ്ങളിലും കാശ്മീരിലും അതൊരു വൻപൻ കോമ്പിംഗ് ഓപ്പറേഷൻസ് ആണ്. അത് തീവ്രവാദ
ബന്ധമുള്ള ആളുകൾ, മുൻകാല തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്രവാദ ബന്ധമുള്ള ഭവനങ്ങൾ, അവിടെയൊക്കെ വൻതോതിൽ കോമ്പിംഗ് ഓപ്പറേഷൻസ് ആണ്. അതേപോലെ തന്നെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഈ നേരിട്ട് ആ സൈറ്റിൽ ഉണ്ടായിരുന്നവരും അവരോട് ബന്ധപ്പെടുന്നവരുമായ 100-ൽ പരം പേരെ വിശദമായി ചോദ്യം ചെയ്തു കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ, അല്ലെ കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ. ഭീകരാക്രമണം നടന്ന 10 ദിവസത്തിനുള്ളിൽ ഒരുപാട് പേരെ ചോദ്യം ചെയ്ത് അതിൽ ഒരു പ്രത്യേക കേസ് ചൂണ്ടിക്കാട്ടാൻ താല്പര്യപ്പെടുന്നു. ഈ ഭീകരാക്രമണം നടക്കുന്നത് 22-ാം തീയതിയാണ്, ഏപ്രിൽ മാസം 22-ാം തീയതി. അതിന് കൃത്യം 15 ദിവസം മുൻപ് ഒരു കട തുടങ്ങിയ ഒരു ആൾ, അത് കാശ്മീരി നിവാസിയാണ്. അദ്ദേഹം ആ കട 14 ദിവസം തുടർച്ചയായി നടത്തി. 15-ാം ദിവസം, അതാണ് ഏപ്രിൽ 22, അന്നത്തെ ദിവസം കട അടച്ചുപൂട്ടി അദ്ദേഹം സ്ഥലം വിട്ടു. അപ്പം അത് എന്തെങ്കിലും ഒരു സൂചനയാണ് എന്ന കാരണത്താൽ ആ ആളിൻ്റെ പുറകെയാണ് അന്വേഷണ ഏജൻസികൾ. അപ്പം അതുകൊണ്ട് ഇത് ഒരു സൂചനയായി കരുതിയാൽ വളരെ, അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഈ അസാധ്യമായ ആംഗിളുകളിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാൻ ബന്ധം നമ്മൾ സ്ഥിരീകരിക്കാൻ വേണ്ടി നടത്തുന്നത്. ഈ 100 പേരെ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ, അതായത് നേരിട്ടുള്ള ദൃക്സാക്ഷികളാണ്. അവർ പോണിമെൻ ഉണ്ട്, അതായത് ഈ കൊച്ചു കുതിരകളാണ് പോണി ഉപയോഗിക്കുന്നവർ, കടകൾ നടത്തുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ഇവരെല്ലാം തന്നെ ഈ സംഭവം നേരിട്ട് കണ്ട ആളുകളാണ്. അവിടെ മിസ്സിംഗ് ആളുകൾ ഉണ്ടെങ്കിൽ സ്ഥിരമായി അവിടെ പ്രത്യക്ഷപ്പെടുകയും അതേസമയം അന്നത്തെ ദിവസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ തിരഞ്ഞു പിടിക്കത്തക്ക രീതിയിലേക്ക് നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ അന്വേഷണ മോഡ് നീങ്ങി എന്ന് വേണം കരുതാൻ. അതുപോലെ നമ്മുടെ ഈ ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന നിലയിൽ ചില പ്രസ്താവനകൾ വരുന്നുണ്ട് നമ്മുടെ ചില രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്ന്. അപ്പം നമ്മൾ തീവ്രവാദികൾക്കെതിരെ എക്കാലത്തും മറുപടി കൊടുത്തിട്ടുണ്ട്, ആഞ്ഞടിച്ചിട്ടുണ്ട്. സർജിക്കൽ സ്ട്രൈക്കൊക്കെ ശരിക്കും നടന്നിട്ടുള്ളത് 2016-ലെ ഉറി ഭീകരാക്രമണത്തിന്, സൈനികരുടെ ക്യാമ്പിന് നേരെയുള്ള ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമണം നടത്തി. അതേപോലെ തന്നെ 2019-ൽ തീർച്ചയായും നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി അഭിനന്ദൻ വർദ്ധമാൻ്റെ ഒക്കെ വിമാനം താഴെ പോയതും അദ്ദേഹത്തെ മോചിപ്പിച്ചതും ഒക്കെ ഒരു സംഭവമാണ്. അവിടെ ആക്രമണം നടത്തിയതിന് എന്താണ് തെളിവ്? 2019-ൽ ഈ പുൽവാമയ്ക്ക് ബദലായി ബാലാക്കോട്ടിൽ ഇന്ത്യൻ വ്യോമസേന ആക്രമണം നടത്തിയതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഒരു വിദ്വാൻ. അത് മറ്റാരുമല്ല, പഞ്ചാബിലെ മുൻ മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി. അപ്പൊ ചന്നിയൊക്കെ ഇതുപോലെ വിടുവ പറയുക എന്ന്, കോൺഗ്രസിന് അതൊരു പാരയായി വന്നു. കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിയെ മാറ്റി ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൊണ്ടുവന്നതാണ്. അതിനുശേഷം പിന്നെ കോൺഗ്രസ് പഞ്ചാബിൽ നിലം തൊട്ടില്ല, ആം ആദ്മി പാർട്ടി അവിടെ ജയിച്ചു വന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ രാഷ്ട്രത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിൽക്കുമ്പോൾ ഒറ്റപ്പെട്ട വേറിട്ട സ്വരങ്ങൾ ചില ഭാഗത്തു നിന്നും വരുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അതുപോലെ ചില വ്യക്തിപരമായ ചില കേസുകളും ഇതോടൊപ്പം തന്നെ ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ വെളിയിൽ വന്ന ഒരു കേസാണ്. ഒരു ജവാൻ, ഇന്ത്യൻ ജവാൻ, ഒരു പാകിസ്ഥാൻ സ്ത്രീയെ വിവാഹം കഴിച്ചു. അത് തെറ്റൊന്നുമല്ല, അങ്ങനെ സംഭവം നടത്തിയിട്ടുണ്ട്. മുനീർ അഹമ്മദ് മാരീഡ് എ പാകിസ്ഥാൻ ഗേൾ മിനാൽ ഖാൻ. അപ്പോൾ ഈ വിവാഹം ഉന്നത സൈനിക, അതായത് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന സൈനിക മേധാവിയുടെ അനുഗ്രഹത്തോടു കൂടി ചെയ്തതാണെന്ന് അദ്ദേഹം ക്ലെയിം ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇന്ത്യയിലാണ്, ഇന്ത്യയിൽ ജമ്മുവിൽ കഴിഞ്ഞു കൂടുന്നു. പക്ഷേ ആ ഭാര്യയ്ക്ക് പാകിസ്ഥാൻ പൗരത്വമാണുള്ളത്. പാകിസ്ഥാൻ വിസ ക്യാൻസൽ ചെയ്തപ്പോൾ തിരിച്ചു പോകേണ്ടതുമാണ്. അതുമാത്രമല്ല, വിസ കാലാവധി അതിലംഘിച്ചും ആ സ്ത്രീ ഇന്ത്യയിൽ തുടരുന്നത് വലിയ പ്രശ്നമായി മാറി. അതുമാത്രമല്ല, ഇന്നലെ അറിയിപ്പുണ്ടായി, അദ്ദേഹത്തെ സൈന്യത്തിൽ നിന്നും പിരിച്ചുവിട്ടുകൊണ്ട്, CRPF ജവാനാണ്, അദ്ദേഹത്തെ പിരിച്ചുവിട്ടുകൊണ്ട് അറിയിപ്പുണ്ടായി. അപ്പോൾ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു 100 കണക്കിന് കേസുകൾ ഉണ്ടാവും. ഇന്ത്യൻ പൗരന്മാർ പാകിസ്ഥാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുകയോ തിരിച്ചോ സംഭവിച്ചവർ. കാരണം അവിഭക്ത ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത്, പഞ്ചാബ് പ്രത്യേകിച്ചും, അവർ ഒന്നാണല്ലോ. ഒരു കാശ്മീരും പഞ്ചാബും ഒക്കെ ഒരൊറ്റ ലാൻഡ് മാസിൽ കിടന്ന സ്ഥലങ്ങളല്ലേ. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധുക്കളുണ്ട്.
അപ്പം അതുകൊണ്ട് അങ്ങനെ അതിർത്തി അടയ്ക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് നമുക്കിവിടെ കേരളത്തിലിരുന്നുകൊണ്ട് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അത് ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവം തന്നെയാണ്. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ സംഘർഷം ഘനീഭവിച്ചു നിൽക്കുന്നു. അതത് സമയത്ത് നടക്കുന്ന ട്രെൻഡുകൾ, ഇപ്പോൾ യുദ്ധം ആസന്നമാണ് എന്ന മട്ടിൽ തന്നെയാണ് എല്ലാ വിവരങ്ങളും. നമുക്ക് കാത്തിരുന്ന് കാണാം.